ഇതൊരു പഴയ ചട്ടിയായിരുന്നു, വേണ്ടാണ്ട് ഉപേക്ഷിച്ചിട്ടാക്കുന്ന ഒരു ചട്ടിയായിരുന്നു. ഇതിനെ കഴുകി വൃത്തിയാക്കി എടുത്ത് പിന്നെ ആദ്യം അതിൻ്റെ മേലെ ഞാനത് വൈറ്റ് പെയിൻ്റ് അടിച്ച് പിന്നെ അതിൻ്റെ മേലെ യെല്ലോ അടിച്ചിട്ട് ഒരു ഷെയ്ഡ് കൊടുത്തിട്ടാക്കിയാണ്. ഒരു ചെടിയുടെ കറ കൊണ്ട് ഇങ്ങനെ കുത്തി പെയിൻറ്റിൽ മുക്കി കുത്തിയാണ് ഞാൻ ഷെയ്ഡ് കൊടുത്തിട്ടാക്കണത്. അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇട്ട് വെച്ചാക്കണ ഒരു ചട്ടിയായി മാറിയപ്പോൾ ആ പഴയ ചട്ടിയാണെന്ന് തോന്നൂല. പിന്നെ അതിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണും വളമൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ പഴയ ഒരു ഹാങ്ങിങ്ങിൻ്റെ ഇതുണ്ടായിരുന്നു, അതും കൂടെ എൻ്റെ തൂക്കിയിട്ട് ഞാൻ നമ്മുടെ എപ്പീഷ്യ ഉണ്ടല്ലോ, എപ്പീഷ്യ അതിലോട്ട് നട്ടു വെക്കാമെന്ന് വെച്ച്. എപ്പീഷ്യ ആകുമ്പം അധികം പരിചരണം വേണ്ടാത്തൊരു ചെടിയാണ്, നിറച്ച് പൂവുണ്ടായിക്കോളും. പിന്നെ എപ്പീഷ്യ മഞ്ഞച്ചട്ടിയിലോട്ട് ഉണ്ടായിട്ട് അത് ചുവന്ന പൂവുണ്ടായിക്കുമ്പോൾ ഒരു നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അതിലോട്ട് എപ്പീഷ്യയുടെ 2 തണ്ട് വെച്ച് കൊടുത്തു. കുഴിയുള്ള ചട്ടിയായ കാരണം ഇത് ഇങ്ങനെ താന്ന് നിൽക്കണം, അത് വലുതായി വരുമ്പോൾ ഇങ്ങനെ ഹാങ്ങായിട്ട് നിൽക്കണ കാണാനായിട്ട് നല്ല രസമായിരിക്കും. അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവായിട്ട് തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യണത്. കാരണം വെറുതെ പഴയ കിടന്നൊരു ചട്ടിയായിരുന്നത്, അതിനെയാണ് ഇങ്ങനെ ആക്കി വെച്ചത്. പിന്നെ ഇതിനെ ഒരു കള്ളത്തോട്ട് എടുത്ത് വെക്കാനായിട്ട് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി അതിനെ ഞാനവിടെ ഹാങ്ങായിട്ട് തൂക്കിയിട്ട് കൊടുത്തു. പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. നമ്മൾ എന്ത് ചെടിയായാലും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണമല്ലോ, അങ്ങനെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിതിനത് ഹാങ്ങിങ് ആയിട്ട് ഇവിടെ തണൽ ഉള്ള സ്ഥലമാണ്, ഇവിടെ കൊണ്ടുപോയി തൂക്കിയിട്ട് കൊടുത്ത്. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ചട്ടിയാണെന്ന് തന്നെ മനസ്സിലാവില്ല, എത്രയോ ഭംഗിയായിട്ടുള്ളൊരു ചട്ടിയായിട്ട് മാറി. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇതിൻ്റെ തന്നെ നോക്കിയിരിക്കണേത്, ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി എനിക്ക് ഇങ്ങനത്തെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പഴയ ചട്ടികളൊക്കെ ഇങ്ങനെ ക്രിയേറ്റീവാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഭംഗിയുള്ള ഒരു പോട്ടാക്കിയൊക്കെ മാറ്റിയെടുക്കുക അതിനെ. അപ്പോൾ ഇതുപോലെ എപ്പീഷ്യയിൽ ഇങ്ങനെ പൂട്ടിക്കണ പോലെ അതിലും പൂട്ടിക്കട്ടെ, അത് കാണാനായിട്ടാണ് എനിക്ക്.